സിനിമകൾ പ്രേക്ഷകരെ സ്വാധീനിക്കുമോ ഇല്ലയോ എന്നത് എന്നും തുടരുന്നൊരു തർക്കമാണ്. സ്വാധീനിക്കും എന്ന പക്ഷക്കാരനാണ് ഞാൻ. നിങ്ങൾക്ക് വിയോജിപ്പുണ്ടെങ്കിൽ വീഡിയോ ഓഫ് ചെയ്ത് എതിർപ്പ് അറിയിക്കാം. അല്ലെങ്കിൽ മുഴുവൻ കണ്ട ശേഷം ഞാൻ പറഞ്ഞതിൽ എന്തിനോടാണ് എതിർപ്പ് എന്ന് എന്നോട് നേരിൽ പറയാം. സിനിമ സ്വാധീനിക്കും എന്ന് പറയുമ്പോൾ എല്ലാവരും ആദ്യം പറയുന്ന ഒരു കാര്യം സിനിമ കണ്ട് അതേപോലെ കൊലപാതകങ്ങൾ ചെയ്യുന്നതും മോഷണങ്ങൾ ചെയ്യുന്നതും ഒക്കെയാണ്. അതേസമയം ഒരു സിനിമ കണ്ട് അതേപോലെയൊക്കെ ചെയ്യണമെങ്കിൽ അയാൾക്ക് തലക്ക് വല്ല പ്രശ്നവും ഉണ്ടാവും എന്ന് എതിർപക്ഷക്കാരും പറയും. എന്നാൽ അത്തരം എക്സ്ട്രീമായ കാര്യങ്ങളല്ല ഞാൻ പറയാൻ പോകുന്നത്. നമ്മൾ ശ്രദ്ധിക്കാത്ത ചെറിയ വലിയ കാര്യങ്ങളാണ്. സിനിമ ഒരുപാട് നല്ലത് പഠിപ്പിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ എനിക്ക് തർക്കമില്ല. അത്തരം ചില കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ചെയ്ത വീഡിയോ ഈ ചാനലിലെ ഏറ്റവും കൂടുതൽ പേർ കണ്ട വീഡിയോകളിൽ ഒന്നാണ് എന്നത് എനിക്ക് ഒരുപാട് സന്തോഷം നൽകുന്ന കാര്യമാണ്. എങ്കിലും ഇതാ സിനിമകൾ നമ്മെ തെറ്റിലേക്ക് നയിക്കുന്നതിന് കാരണമാകുന്ന ചില കാര്യങ്ങൾ. സിനിമയും പ്രണയവും. സിനിമ കണ്ട് മോഷ്ടിക്കാനോ കൊലപാതകം ചെയ്യാനോ അധികം ആരും പോവാറില്ലായിരിക്കും. എന്നാൽ സിനിമ കണ്ട് അതേപോലെ പ്രണയിക്കാൻ പലരും ശ്രമിക്കാറുണ്ട്. അതിനാൽ സിനിമ നൽകുന്ന തെറ്റായ പ്രണയസങ്കല്പത്തെക്കുറിച്ച് പറഞ്ഞേ പറ്റൂ. അതിൽ ഏറ്റവും പ്രധാനമാണ് സ്റ്റോക്കിംഗ് അഥവാ പിന്നാലെ നടക്കൽ. സ്റ്റോക്കിംഗ് നിയമപരമായി ശിക്ഷിക്കാവുന്ന ഒരു കുറ്റകൃത്യമാണ്. അതിനെയാണ് സിനിമകൾ മഹത്തായ പ്രണയരൂപമായി കാലങ്ങളായി കാണിക്കുന്നത്. ഒരു പെൺകുട്ടിയോട് പ്രണയം പറയാനോ അല്ലെങ്കിൽ അവളുടെ പ്രണയം നേടാനോ ആദ്യം ചെയ്യേണ്ടത് പിന്നാലെ നടക്കലാണെന്ന ധാരണ സിനിമ ഒരു മടിയും കൂടാതെ ഉണ്ടാക്കി കഴിഞ്ഞു. അത് തെറ്റല്ല എന്ന രീതിയിൽ മാത്രമല്ല, അത് ആണുകളുടെ അവകാശമാണെന്ന രീതിയിലും അതിനെ മഹത്വവൽക്കരിച്ചു. വിടില്ല ഞാൻ നിന്നെ എന്ന് പാടി അവളുടെ ജീവന തുല്യം സ്നേഹിക്കുന്ന നായകനെ കണ്ട് പ്രണയത്തിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നോണം യുവാക്കൾ പെൺകുട്ടികളുടെ പിന്നാലെ നടക്കാൻ തുടങ്ങി. സിനിമ നമുക്ക് തെറ്റായ മോട്ടിവേഷൻ നൽകുന്നു. പലപ്പോഴും സിനിമ കണ്ട് കുറച്ച് മോട്ടിവേഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കാറുണ്ട്. സിനിമ കണ്ട ശേഷം മോട്ടിവേഷൻ കിട്ടുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ അതിന് സിനിമയുടെ അത്രയേ ആയുസുള്ളൂ. മിക്കപ്പോഴും സിനിമയിൽ നായകൻ അല്ലെങ്കിൽ നായിക അച്ചീവ് ചെയ്യുന്ന കാര്യങ്ങൾ കണ്ട് നമ്മൾ ഇൻസ്പയർ ആവും. എന്നാൽ സിനിമയുടെ സ്വഭാവം കൊണ്ട് അതെല്ലാം വളരെ പെട്ടെന്നാണ് കാണിക്കുന്നത്. അതിനാൽ പെട്ടെന്ന് റിസൾട്ട് കിട്ടുമെന്ന ഒരു പൊതുധാരണ നമ്മുടെ ഉള്ളിൽ വരും. സിനിമയിലെ പോലെ ഒരു പാട്ടിൽ പണക്കാരനാവാൻ കഴിയില്ല എന്ന് നമുക്കറിയാം. എങ്കിലും നമ്മൾ പോലും അറിയാതെ ആ ധാരണ നമ്മുടെ ഉള്ളിൽ ഇടം പിടിക്കും. ഉടനെ റിസൾട്ട് കിട്ടാത്തത് മൂലം നമ്മളെല്ലാം പാതി വഴിയിൽ അവസാനിപ്പിക്കുന്നു. ഓവർനൈറ്റ് സക്സസിന് വേണ്ടി നമ്മളെ കൊതിപ്പിക്കാൻ ഇതിനാൽ സിനിമ കാരണമാവുന്നുണ്ട്. സംശയമുണ്ടെങ്കിൽ ഏതെങ്കിലും സിനിമ കണ്ട് ചെയ്യണം എന്ന് കരുതി എന്തെങ്കിലും ഓർക്കുക. ഇപ്പോൾ നിങ്ങളത് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. മിക്കവാറും ഉണ്ടാവില്ല. സിനിമയിലെ ടോക്സിക് മസ്കുലിനിറ്റി. ഈ വാക്ക് പരിചയമില്ലെങ്കിൽ ഇതാ അർത്ഥം. ഒരു ആൺ എങ്ങനെ ആയിരിക്കണം എന്ന തെറ്റായ പൊതുബോധമാണ് ടോക്സിക് മസ്കുലിനിറ്റി. സിനിമയിലെ നായകന്മാർ എല്ലാം തികഞ്ഞവർ ആയതുകൊണ്ട് ഒരു യഥാർത്ഥ ആൺ അങ്ങനെ ആവണം എന്ന ചിന്ത എല്ലാവരിലും വരും. കട്ട താടി വേണം, മസിൽ വേണം, അത്യാവശ്യം മദ്യപാനവും പുകവലിയും വേണം തുടങ്ങി ഒരുപാടുണ്ട്. ഇതൊന്നും ഇല്ലാത്തവർ ഒരാണല്ല എന്ന ധാരണ സിനിമ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് കലിപ്പനായ നായകൻ എന്ന് ഓർക്കുമ്പോൾ മുകളിൽ പറഞ്ഞ സ്വഭാവങ്ങളുള്ള ആൾ മനസ്സിൽ വരുന്നത്. അതായത് ഒരു ദുശീലവും ഇല്ലാത്ത ആൾ മാസ് ആവില്ല എന്ന ധാരണ ഉണ്ടാക്കുന്നു. ഈ പ്രശ്നം സ്ത്രീകൾക്കുമുണ്ട്. ഒരു സ്ത്രീയെ ബോൾഡ് ക്യാരക്ടറായി കാണിക്കാൻ നീളം കുറഞ്ഞ മുടി, ബൈക്ക് ഓടിക്കാനുള്ള കഴിവ്, മദ്യപാനം, പുകവലി തുടങ്ങിയ ദുശീലങ്ങളെല്ലാം നൽകും. അതിനാൽ മുടി മുറിച്ചൊരു സാധാരണ പെൺകുട്ടി ബൈക്കിൽ പോകുന്നത് കണ്ടാൽ നമ്മൾ ഉടനെ ബാക്കി സ്വഭാവങ്ങൾ കൂടെ ചേർക്കും, നമുക്ക് ആ വ്യക്തിയെ അറിയില്ലെങ്കിലും. കാരണം സിനിമ അങ്ങനെ ചിന്തിക്കാൻ നമ്മെ പ്രോഗ്രാം ചെയ്തു കഴിഞ്ഞു. ഫാനിസം. ഏതെങ്കിലും ഒരു നടന്റെയോ നടിയുടെയോ ആരാധനാവുക എന്നൊരു തെറ്റല്ല. എന്നാൽ അതിൻ്റെ ഒരു സാച്ചുറേഷൻ പോയിന്റ് മറികടന്നാൽ അപകടമാണ്. ഒരു നടനെ അയാളുടെ സിനിമ കണ്ട് ഇഷ്ടപ്പെട്ട് അയാളുടെ അഭിനയത്തെ പുകഴ്ത്തുന്നതോടെ നമ്മുടെ ഉള്ളിലെ ആരാധന അവസാനിക്കണം. എന്നാൽ ഒരിക്കലും അതൊരു ഒബ്സസീവ് സ്റ്റേജിൽ എത്തിക്കരുത്. നമ്മുടെ അനിയനെയോ സുഹൃത്തിനെ കുറിച്ചോ ആരെങ്കിലും എന്തെങ്കിലും മോശമായി പറഞ്ഞാൽ കൂടെ ചേർന്ന് ശരിയാണ് എന്ന് നമ്മൾ പറഞ്ഞേക്കും. എന്നാൽ നമ്മുടെ ഇഷ്ട നടനെക്കുറിച്ച് ആരെങ്കിലും മോശമായി പറഞ്ഞാൽ നമ്മൾ വിട്ടുകൊടുക്കില്ല. അവിടെ ഒരു തർക്കം ഉടലെടുക്കുന്നു. നമുക്കൊരു തരത്തിലും അറിയാത്തൊരു വ്യക്തിയെ എങ്ങനെയാണ് നമുക്ക് അന്ധമായി വിശ്വസിക്കാനും ആരാധിക്കാനും കഴിയുക? അയാളുടെ കഴിവിനെ അഭിനന്ദിക്കുക, പക്ഷേ ഒരിക്കലും അയാളുടെ രാഷ്ട്രീയമോ ആശയങ്ങളോ അതോടൊപ്പം ഫോളോ ചെയ്യരുത്. പിന്നീട് അയാൾ ഒരു തെറ്റ് ചെയ്തെന്നറിഞ്ഞാൽ അതിനെ ന്യായീകരിക്കേണ്ട അവസ്ഥയും നമുക്കില്ല. കാരണം നമ്മൾ ഇഷ്ടപ്പെട്ടത് അയാളുടെ നടനെയാണ്, അയാളെ അല്ല. ആവരുത്. സെലിബ്രിറ്റികളുടെ ഫേക്ക് ജീവിതം. സിനിമ അല്ലെങ്കിലും സോഷ്യൽ മീഡിയയിലെ സെലിബ്രിറ്റികളുടെ ഫേക്ക് ജീവിതം നമുക്ക് അതൊക്കെയാണ് ജീവിതം, നമ്മുടെ ജീവിതമൊക്കെ എന്ത് എന്നൊരു തോന്നലുണ്ടാക്കുന്നു. സത്യത്തിൽ നേരെ തിരിച്ചാണ്. ഇഷ്ടമുള്ള ഭക്ഷണം പോലും കഴിക്കാൻ അവർക്ക് കഴിയുന്നില്ല എന്നതാണ് സത്യം. അവരുടെ ശരീരമാണ് അവരുടെ സെല്ലിംഗ് പോയിന്റ്. അത് നിലനിർത്താൻ ബുദ്ധിമുട്ടുള്ള ഭക്ഷണ രീതിയും വർക്കൗട്ട് ചെയ്യാൻ അവർ നിർബന്ധിതരാകുന്നു. ഓരോ രാത്രിയും ഏതെങ്കിലും ഒരു വില കൂടിയ ഹോട്ടൽ മുറിയിൽ ചിലവഴിക്കുന്ന അവർക്ക് എന്നാൽ ആ താമസം ആസ്വദിക്കാൻ പോലും പറ്റില്ല. കാരണം എന്നും അങ്ങനെയാണെങ്കിൽ എങ്ങനെ ആസ്വദിക്കും? ഇൻസ്റ്റഗ്രാം ഫോട്ടോകളിൽ കാണുന്നത് പോലെ എല്ലാം അത്ര എൻജോയ്മെൻ്റ് അല്ല. അവർ ഇടയ്ക്കിടെ കാറ് വാങ്ങുന്നത് കാറിനോടുള്ള ക്രേസ് കൊണ്ടൊന്നുമല്ല. ഞാൻ ഫീൽഡ് ഔട്ട് ആയിട്ടില്ല, എൻ്റെ കയ്യിൽ ഇപ്പോഴും കാശുണ്ട് എന്നൊക്കെ കാണിക്കാനാണ്. എന്നാൽ ഇപ്പോഴത്തെ യുവത്വം ഇതാണ് ലൈഫ് എന്ന് കരുതി ഒരു തെറ്റായ ബെഞ്ച് മാർക്ക് വെച്ച് അതിനെ എത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്നു. സിനിമ ഉണ്ടാക്കുന്ന പ്രാദേശിക പൊതുബോധം. സിനിമ ഓരോ സ്ഥലത്തെയും ഓരോ രീതിയിൽ ചാപ്പകുത്തും. അത് പിന്നെ അങ്ങനെ നിലനിൽക്കും. മലപ്പുറത്തെ മുസ്ലിങ്ങളുടെ സംസാര രീതിയും വസ്ത്രധാരണവും സിനിമയിൽ കൂടി സൃഷ്ടിച്ച തെറ്റായ പൊതുബോധമാണ്. അതേപോലെ ഓരോ ജില്ലയ്ക്കും ഉണ്ടാവും നമ്മൾ സിനിമ കണ്ട് സങ്കല്പിച്ചു വെച്ചിരിക്കുന്ന ഒരു ചിത്രം. മലയാളി പെൺകുട്ടികൾ വളരെ സുന്ദരികളാണെന്നും മലയാളികളിൽ കൂടുതൽ നായരാണെന്നും ഒക്കെയുള്ളൊരു ധാരണ തമിഴർക്ക് അവരുടെ സിനിമയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ചില സ്ഥലങ്ങൾക്ക് അവയുടേതായ പ്രത്യേകത ഉണ്ടെന്നത് ശരിയാണ്. എങ്കിലും അവ എക്സാജറേറ്റ് ചെയ്ത് കാണിച്ച് അത് അവിടെ ജീവിക്കുന്ന എല്ലാവരുടെയും ഫീച്ചർ ആണെന്ന രീതിയിൽ സിനിമകളിൽ കാണിക്കുന്നത് ഒരുപാട് തെറ്റായ മുൻവിധികൾ ഉണ്ടാക്കുന്നു.
ചൈനയിലും ജപ്പാനിലും ഉള്ളവർക്കെല്ലാം കരാട്ടയും കുംഫും അറിയാമെന്ന് കരുതുന്നത് കേരളത്തിലെ എല്ലാവർക്കും കളരി അറിയാമെന്ന് വിചാരിക്കുന്നത് പോലൊരു മണ്ടത്തരമാണ്. ഇത്തരം മുൻവിധികൾ പല ജില്ലകൾക്കും സംസ്ഥാനങ്ങൾക്കും എന്തിന് രാജ്യങ്ങൾക്കും ഇപ്പോഴും ചീത്തപ്പേരാണ്. സിനിമ നൽകുന്ന തെറ്റായ ആശയങ്ങൾ. ഓരോ സിനിമയ്ക്കും അതിൻ്റെ രാഷ്ട്രീയമുണ്ട്. എത്ര ഇല്ലെന്ന് പറഞ്ഞാലും അത് പതിയെ പൊങ്ങി വരും. പല സിനിമകളും കണ്ട് ആളുകളിൽ തെറ്റായ ആശയങ്ങൾ ഉറപ്പിക്കപ്പെട്ടു. അത് അത്ര പെട്ടെന്ന് മാറ്റാനും കഴിയില്ല. സന്ദേശം സിനിമ കണ്ട് അരാഷ്ട്രീയവാദം പറയുക, ദ കിങ് കണ്ട് ബ്യൂറോക്രാറ്റുകളെ വാഴ്ത്തുക, സിനിമകളിലെ നായകനെ പ്രതികാരം കണ്ട് കോടതിയും പോലീസും വേണ്ട ആൾക്കൂട്ടനീതി വേണമെന്ന് പറയുക തുടങ്ങി ഒരുപാടുണ്ട്. അവനെയൊക്കെ തല്ലിക്കൊല്ലണം അല്ലെങ്കിൽ വെടിവെച്ച് കൊല്ലണം എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? സത്യത്തിൽ ഈ പറയുന്ന ആരും ഒരാളെയും ഈ രീതിയിൽ കൊല്ലുന്നത് നേരിട്ട് കണ്ടിട്ടുണ്ടാവില്ല. ആകെ കണ്ടിട്ടുള്ളത് സിനിമകളിലാണ്. അതിലാണെങ്കിലോ ഭയങ്കര സാറ്റിസ്ഫൈയിങ് ആയിട്ടാണ് കാണിക്കുന്നത്. അതിനാൽ തന്നെ നമ്മുടെ ഉള്ളിലും ഇത്തരം വാസന ഉടലെടുക്കുന്നു. എക്സ്ട്രീം ആയിട്ടാവണമെന്നില്ല. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം എല്ലാവരിലും ഉണ്ടാവണമെന്നില്ല. എങ്കിലും ഏതെങ്കിലും ഒന്നെങ്കിലും നിങ്ങളുടെ കാര്യത്തിൽ ശരിയാവും. സിനിമ നൽകുന്ന ഇത്തരം തെറ്റായ സന്ദേശങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ചെയ്യേണ്ടതും സിനിമ കാണുക തന്നെയാണ്. കൂടുതൽ സിനിമകൾ കാണുക, നല്ല സിനിമകൾ കാണുക, നല്ലതും ചീത്തതും തിരിച്ചറിയുക, സ്വയം ചിന്തിക്കുക.